മദിയാം ഹാജർ ബീബി റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി വെള്ളവും തേടി അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തയായി ഓടി നടന്ന വിശുദ്ധമായ ഇടം, ചരിത്രത്തെ വല്ലാതെ ത്രസിപ്പിച്ചു നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങൾ. അതിനിടയിലൂടെ ആ ഉമ്മയെ സ്മരിച്ച്, ആ ഉമ്മയുടെ പ്രിയപ്പെട്ട പുത്രനെ സ്മരിച്ച് നമ്മളും സഅയ് നടത്തിക്കൊണ്ടിരിക്കുന്നു. മഹാനായ ഇമാം ഷിബിലി ചോദിക്കുകയാണ്, സഅയ് ചെയ്ത സമയത്ത് നീ വിചാരിച്ചിരുന്നോ അന്നക തസ്ആ ബൈന സുഫൂഫി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യരും മഹ്ശറവൻ സഭയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ വരികൾക്കിടയിലൂടെ ഹാഫിയൻ ഒരിയാനൻ നഗ്നപാതനായി ചെരുപ്പിടാതെ ഡ്രസ്സ് ധരിക്കാതെ നീ നടന്നു പോകുന്നത് നിന്റെ പിരടി, നിന്റെ ശരീരം നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് മോചിപ്പിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ മഹ്ശറിൻ്റെ ഓരോ അണികൾക്കിടയിലൂടെ നീ നടന്നു പോകുന്ന ചിന്ത നിന്റെ മനസ്സിലേക്ക് വന്നിരുന്നു. ആളുകൾ കൂടി നിൽക്കുമ്പോൾ സഫാ മർവയ്ക്കിടയിലൂടെ സഅയ് നടത്തുമ്പോൾ നിന്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് മഹ്ശറ വൻസഭയിലുള്ള ഈ ഒരു നടത്തത്തെ ബേജാറ് പിടിച്ചിട്ട് പടച്ച റബ്ബിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചിട്ട് എൻ്റെ തന്മകളെല്ലാം പുറത്തിട്ട് അവൻ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന ബോധത്തോടുകൂടെ പതിക്കുന്ന ഹൃദയവുമായി നീ നടക്കുന്ന രംഗം നിന്റെ മനസ്സിലേക്ക് വന്നായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലേ. അബൂബക്കർ ശിബിലി പറഞ്ഞു, ഒറിജിനൽ സഅയ് നീ നിർവഹിച്ചിട്ടില്ല. സഫാ മർവന്റെ ഇടയിലൂടെ കാഴ്ച കണ്ടു നീ നടന്നു, കുട്ടികൾ ഓടുന്നത് കണ്ടു നീ, ഓരോരുത്തരെ നിരൂപിക്കാൻ ശ്രമിച്ചു നീ, സംസം വെള്ളത്തിൽ നിന്ന് മെല്ലെ ഒപ്പിച്ചിട്ട് ഒതുവെടുക്കാൻ ശ്രമിക്കുന്നവരെ ഗീബത്ത് പറഞ്ഞുകൊണ്ടിരുന്നു നീ. പലതും നടക്കുന്നുണ്ടാവും. അതായിരുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. നേരെ മറിച്ച് റബ്ബിനെ, ആഖിറത്തിനെ, പരലോകത്തെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഹിയാലുമുദ്ദീനിന്റെ വാക്യം, നീ കണ്ടെത്തുന്ന, നീ എത്തിച്ചേരുന്ന ഓരോ സന്ദർഭത്തെയും ആഖിറവുമായി കണക്ട് ചെയ്താണ് നീ മനസ്സിലാക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്തില്ല അല്ലേ? എന്നാൽ നീ സഅയ് ചെയ്തിട്ടില്ല. വഹൽനവൈത ഹീന നഹർത ഹദിയക അന്നക നഹർത ഇബ്ലീസ അശ്ശഹവാതി ബിസിക്കീനിൽ മുഖാലഫാതി വലാ തുതിഉഹു അബദ.